നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ ചേച്ചി? നിന്റെ ഫോണിങ്ങതാ. അതിപ്പോ ചേച്ചി തരാനല്ലടാ പറഞ്ഞു. ജ്യോതി, വീട്ടിൽ പോയിട്ട് 1-2 കാര്യങ്ങളുണ്ട്. ബാങ്കിലും പോണം. അത് കഴിഞ്ഞിട്ട് വരാം. എന്നിട്ട് അച്ഛനൊന്നും പറഞ്ഞില്ലല്ലോ? എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും സംഭവിക്കില്ലല്ലോ. അച്ഛൻ തനിച്ചു പോണ്ട, ഞാൻ വരാം അച്ഛന്റെ കൂടെ. വേണ്ട, ചിലപ്പോ ഇന്നെനിക്ക് തിരിച്ചു വരാൻ പറ്റില്ല. നാളെ വരാൻ പറ്റും. എന്നൊരു കാര്യം ചെയ്യാം, ഞാൻ അച്ഛന്റെ കൂടെ അവിടെ വന്ന് അച്ഛനാക്കിയിട്ട് തിരിച്ചു വന്നോളാം. നാളെ അച്ഛന് തിരിച്ചു വരാറാവുമ്പോ ഇവിടുന്ന് വണ്ടി അയക്കാം. എന്തിനാ മോളെ നീ ആവശ്യമില്ലാതെ ബുദ്ധിമുട്ടുന്നേ? നീ വരണ്ട, ഞാൻ തനിച്ചേ പോകുന്നുള്ളൂ. എനിക്ക് അച്ഛന്റെ കൂടെ വരാനുള്ള ഇഷ്ടം കൊണ്ടല്ലേ. അതെന്തിനാ അച്ഛൻ നിഷേധിക്കുന്നേ? നിഷേധിക്കുന്നല്ല, വെറുതെ ബുദ്ധിമുട്ടുണ്ടെന്ന് കരുതിയിട്ടാ. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. അച്ഛൻ നിൽക്ക്, ഞാൻ അമ്മയോടൊന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വരാം. ഞാൻ ശിവനെ കണ്ട് കാര്യങ്ങൾ പറയാനാണ് പോകുന്നതെന്ന് ഇവളറിഞ്ഞാൽ സമ്മതിക്കില്ല. ശിവന്റെ അടുത്തേക്ക് എത്തുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഇവളെ ഒഴിവാക്കിയേ പറ്റൂ. ഹലോ, ഞാനെന്ന് പറഞ്ഞിരുന്ന സാധനം ഇപ്പൊ തന്നെ എനിക്ക് വേണം. നിങ്ങൾ എവിടെ ആയാലും എനിക്ക് കുഴപ്പമില്ല. ഒരു ടാക്സി പിടിച്ച് എത്രയും പെട്ടെന്ന് എൻ്റെ അടുത്ത് എത്തണം. അതിൻ്റെ ചിലവ് എത്രയായാലും ഞാൻ കൊടുത്തോളാം. പിന്നെ ആസിഡ് സ്ട്രോങ് ആയിരിക്കണം. മുഖം പൊള്ളിക്കഴിഞ്ഞാൽ എന്ത് ചികിത്സ ചെയ്താലും പഴയ രൂപത്തിലാവാൻ പാടില്ല, കേട്ടല്ലോ? ഓക്കെ, എന്നെ വിളിച്ചാൽ മതി. നമുക്ക് പോവാച്ചാ. സുജാതയോടും രഘുവിനോടും ഞാൻ പറഞ്ഞില്ല. ആ, പറയുന്നതിലെന്ത് വിശേഷം? വാ. ഇത് ഈ രൂപത്തിലുള്ള നിന്റെ അവസാനത്തെ യാത്രയാണ്. ഹലോ, നീ വീണ്ടും വാക്ക് തിരിച്ചു അല്ലേ? കാര്യങ്ങൾ കൂടുതൽ ആൾക്കാർ അറിഞ്ഞു തുടങ്ങി. അതിനർത്ഥം നീ എന്നെ പേടിക്കുന്നില്ല.
എന്നല്ലേ? ഇത് ഞാൻ വെല്ലുവിളിക്കുന്നവരെ എനിക്കിഷ്ടമാണ്. അവരെ നേരിടാൻ എനിക്ക് വലിയ സന്തോഷമാണ്. ഇനി ഞാൻ വാക്ക് തെറ്റിക്കില്ല. നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ അനുസരിക്കാം. എനിക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല. കൂടുതൽ കൂടുതൽ ആളുകൾ അറിയുന്തോറും അപകടത്തിലാവുന്ന നിന്റെ ലൈഫാ. എടാ, അവന്റെ ചേട്ടന്റെ കല്യാണത്തിന് നമ്മളെല്ലാവരും ഒന്നിച്ചുണ്ടാവണം. അതവൻ നേരത്തെ പറഞ്ഞിരുന്നതല്ലേ. നമ്മളാരും മിസ്സാവാതെ നോക്കിക്കോളണേടാ. നീ എല്ലാവരും ഒന്ന് കോണ്ടാക്ട് ചെയ്തേക്ക്. ഒരൊറ്റ ദിവസം കൊണ്ട് നിന്റെ ജീവിതം ഇല്ലാതാക്കാൻ എനിക്ക് സാധിക്കും. ഇനി ഏതെങ്കിലും രീതിയിൽ നീ എന്നെ പരീക്ഷിച്ചാ നീ തീർന്നു എന്ന് കരുതിക്കോ. ഞാൻ എവിടെയാ വരേണ്ടത്? എപ്പോഴാ നിങ്ങളെ കാണണ്ടേ? നീ നിൽക്കുന്ന അപകടം എത്രയാണെന്ന് നിനക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടില്ല. നിന്റെ കുട്ടിക്കളി കൊണ്ട് നീ തുലച്ചു കളയുന്നത് ചിലപ്പോ നിന്റെ കുടുംബം മുഴുവനായിരിക്കും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? എനിക്കെല്ലാം മനസ്സിലായിടാ. എന്താ ചേച്ചി? നിന്റെ ഫോണിൽ താ. അതിപ്പോ ചേച്ചി തരാനല്ലടാ പറഞ്ഞ. ജ്യോതി, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.